കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത രാത്രിയിൽ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ ആരംഭം കുറിച്ചിരിക്കുന്ന ഈ വേദപഠന ക്ലാസിൻ്റെ പ്രഥമ രാത്രിയിൽ ഈ സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിശ്ചയം പ്രാപിപ്പാനും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായി തീരുവാനും നിത്യരാജ്യത്തിന് അത് നമുക്ക് അനുഗ്രഹകാരണമായി തീരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രഥമ പാസ്റ്ററായിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എമ്മി ബേബി അവറുകൾ കുടുംബമായി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി ഡി ബാബു അവറുകൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന മറ്റ് കർത്താവിന്റെ ദാസന്മാർ ചിലർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഇവിടെയുള്ള ദൈവസഭയിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ ആരാധിച്ചനന്തരം നാട്ടിൽ ഇപ്പോൾ ആയിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ ചില പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ദൈവജന പഠനത്തിന്റെ സമയത്തിന്റെ പ്രാധാന്യത വളരെ ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസന് ദൈവജന പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയത്തെ കൈമാറുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഈ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഗുഡ് ന്യൂസ് മീഡിയയെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമുക്ക് വീക്ഷിക്കുവാൻ ഈ സൂം ലൈവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. യൂട്യൂബ് ലൈവായിട്ടോ ഫേസ്ബുക്ക് ലൈവായിട്ടോ ഒന്നും നമ്മൾ ഈ പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹിതരെ മറ്റു പ്രിയപ്പെട്ടവരെ ഈ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എങ്കിൽ ഈ മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾ കൈമാറി അവരെ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പിക്കുവാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച ഈ 3 ദിനങ്ങളിലും ദൈവദിനം നമ്മെ പഠിപ്പിക്കുന്നതിനായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ പ്രസിദ്ധനായ പാസ്റ്റർ എബ്രഹാം തോമസ്, നാം എല്ലാവരും എബി ഐരൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസനാണ് ഈ 3 ദിനങ്ങളിലും ദൈവദിനം നമ്മെ പഠിപ്പിക്കുന്നത്. കുമ്പനാടിനടുത്ത് കടപ്പുറ എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായും ഒരു അനുഗ്രഹീത വേദ അധ്യാപകനായും ഒരു നല്ല ആത്മീയ പ്രഭാഷകനായും കർത്താവിൽ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസനാണ് ഈ 3 ദിനങ്ങളിലും നമ്മെ ദൈവവചനം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ദാസനോട് കുവൈറ്റിലുള്ള ദൈവമക്കൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ദീർഘവർഷങ്ങൾ ഈ കുവൈറ്റിൽ കർത്താവിന്റെ ദാസനും കുടുംബമായിരുന്നു. ഇന്ന് നാട്ടിൽ കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവവചനം പഠിപ്പിക്കുവാൻ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങൾ സന്തോഷിക്കുകയും കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സമയം വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് തുറന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തോമസ് അവറുകൾ തുടർന്ന് നമ്മോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കും. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. Praise the Lord. എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർ, വിശേഷാൽ കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ സജി, ദൈവസഭയിലുള്ള ദൈവമക്കൾ, ഓൺലൈനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യമാണ് നമ്മൾ നോട്ടീസിൽ അഡ്വർടൈസ് ചെയ്തിരുന്നത്.
ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഈ തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഈ 3 ദിവസവും ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നത്. ആ ടൈറ്റിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇട്ടപ്പോൾ ഇതിന്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടോ എന്നത് ഞാൻ സംശയിക്കുന്നു. ഞാൻ എന്താണ് പറയുവാൻ താല്പര്യപ്പെടുന്നതെന്ന് 2 വാക്കിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഞാന് ഒരു 17 വർഷമായിട്ട് ഒരേ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്റർ. അപ്പൊ എന്റെ ശുശ്രൂഷയിലും എന്റെ ഒബ്സർവേഷനിലും ദൈവത്തിന്റെ വചനം ധാരാളം ആളുകൾ റിജക്റ്റ് ചെയ്യുന്നു. ഈ പാൻഡമിക്കിൽ തന്നെ നമുക്കറിയാം, ധാരാളം ദൈവവചനം ഇങ്ങനെ മീഡിയയിലൂടെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ കേൾക്കുന്നു, മാർക്കിടുന്നു, വേറെ കുറെ ആളുകൾ വിമർശിക്കുന്നു. എന്നാൽ ഒരു ചെറിയ ഒരു ന്യൂനപക്ഷം അത് ഗ്രഹിക്കുവാൻ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വിഷയം ഇങ്ങനെ ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം എവിടെയായി തീർന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പോലും എല്ലാ ഞായറാഴ്ചയും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ബൈബിൾ സ്റ്റഡികളുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാം ബൈബിൾ സ്റ്റഡികളാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ശേഷിപ്പ് ഇതെല്ലാം വേണ്ട നിലയിൽ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നു. മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ല എന്ന ചിന്ത എന്നെ ചില ആഴ്ചകളായിട്ട് അത് ഭരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കർത്താവ് എന്നെ മനസ്സിലാക്കി തന്ന ചില ചിന്തകളാണ് ഈ 3 ദിവസം നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുകയാണ് ഒരാള്. ആത്മപൂർണനായ ഒരു സുവിശേഷകൻ അടുത്ത് എന്ന് വായിക്കുന്ന ആളിനോട് ചോദിക്കുക, ഈ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനം ശരിക്കും നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ചിലർക്ക് അത് വേണ്ട നിലയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നു എന്നൊക്കെയുള്ളത് അതിന്റെ ഈ 3 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ചില സൂചനകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യം. അതിൽ ഇന്ന് പ്രാരംഭം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നത് വചനം ഗ്രഹിപ്പാനുള്ള അല്ലെങ്കിൽ ഗ്രഹിക്കുവാൻ പോസിറ്റീവായി ഏൽപ്പിച്ചു കൊടുത്ത ഒരു ആളിന്റെ ചില ഗുണങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഈ ഇന്നത്തെ ടോപ്പിക്കിലെ ചിന്തയിൽ ആ വിഷയം കേന്ദ്രീകരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ചോദ്യം ചോദിക്കുന്ന ആള് ഒരു സുവിശേഷകനാണ്. സുവിശേഷം എങ്ങനെയാണ് അറിയിക്കേണ്ടത്, അതൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതോട് ചേർന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ ഓരോ വാക്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ചിന്തിക്കുമ്പോൾ ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശുശ്രൂഷയിൽ നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കത്തില്ല. ഞാൻ ഈ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനസിക ഒരുക്കം നമുക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓർക്കും ഒരു ഉണർവില്ലല്ലോ,
കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഉണർവെന്ന് പറയുന്നത് അതിന് ചില ശൈലികളൊക്കെ ഉണ്ട്, അതിപ്പോൾ ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയല്ല, ഇതൊരു സ്റ്റഡിയാണ്. നിങ്ങളുടെ ചിന്ത ഉണർത്തുക, വാക്കും വാക്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ശ്രമം ഞാൻ നടത്തുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയോടെയുള്ള സഹകരണം ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ വാക്യത്തിലേക്ക് ഇറങ്ങാൻ അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിന്റെ വിശാലമായ കോണ്ടെക്സ്റ്റ് ഉണ്ട്, പശ്ചാത്തലമുണ്ട്. വിശാലമായ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകമാണ്. ഞാൻ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക്, അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമാണ്, ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. എന്തിന്റെ ചരിത്രം? ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ആദ്യത്തെ 30 വർഷത്തെ ചരിത്രമാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഈ 28 അധ്യായം ഉള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ താക്കോൽ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ഇത് കർത്താവ് അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടുത്ത വാഗ്ദത്തമാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് കർത്താവ് അവരോട് കൽപ്പിക്കുന്നു എന്നാണ് 4-5 വാക്യം 1-ാം അധ്യായത്തിൽ ഇത് പറയുന്നത്. 14 മുതലുള്ള വാക്യങ്ങളിൽ 120 പേരുടെ ഒരു സംഘം കാത്തിരിക്കുന്നതായിട്ട് ലൂക്കോസ് വെളിപ്പെടുത്തുകയാണ്. ആ സംഘത്തിനകത്ത് കർത്താവിന്റെ അമ്മയുണ്ട്, ഹാഫ് ബ്രദേഴ്സ് ഉണ്ട്, ശിഷ്യന്മാരുണ്ട്, ഇവരെയൊക്കെ നമുക്ക് കാണാം. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മ സ്നാനം അവർ പ്രാപിക്കുന്നത്. 14 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ പ്രസംഗമാണ്. കളിയാക്കുന്നവരുടെ നടുവിൽ പത്രോസ് മറ്റ് 11 പേരുടെ കൂടെ എഴുന്നേറ്റ് നിന്നു എന്ന് പറയുമ്പോൾ യൂദ ഇസ്കറിയോത്ത് കെട്ടിയാന്ന് ചത്തു. ആ സ്ഥാനത്തേക്ക് മത്തായാസിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ പത്രോസിന്റെ കൂടെ 11 പേര് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പത്രോസ് ഒരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിന് റിസൾട്ട് ഉണ്ടായി. ഹൃദയത്തിൽ കുത്തുകൊണ്ട പാരമ്പര്യ യഹൂദന്മാര് ചോദിക്കുകയാണ്, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? 2:38 പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ മാനസാന്തരപ്പെടും, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ആത്മനിറവും ശക്തിയും പ്രാപിച്ചവർ അവരാദ്യം പ്രസംഗിച്ചു. 3000 പേര് സഭയോട് ചേർന്നു. 3-ാം അധ്യായത്തിൽ മുടന്തൻ നടക്കുകയാണ്. 40 വയസ്സ് പ്രായമുള്ള ഒരു ലെയിംമാൻ മിറാക്കുലസ് ആയിട്ട് ഹീലിംഗ് നടക്കുകയാണ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവരുടെ കൂടെ അവൻ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു. അവിടെയും ചർച്ച് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. 4-ാം അധ്യായം ആയപ്പോഴത്തേക്കും ആദ്യത്തെ സഭയാകുന്ന യെരുശലേം സഭയ്ക്കെതിരെ ശക്തമായ പീഡനമുണ്ടായി. ആ കാലഘട്ടത്തിലെ റിലീജിയസ് ആയിട്ടുള്ള നേതൃത്വം അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ താക്കീത് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇതുകൊണ്ടൊന്നും ദൈവസഭയെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആത്മശക്തിയുള്ള സഭ, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മനസ്സിലാകും. അല്ലാതെ ഇന്ന് പലരും ആത്മസ്നാനത്തിന് ആ കൂടെ കൈയടിക്കാനൊക്കും എന്നുള്ളതാണ് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ശക്തികൾ, മതത്തിന്റെ ശക്തികൾ എതിർത്തു നിൽക്കുമ്പോൾ ആ എതിർപ്പുകളെ അതിജീവിക്കാനുള്ള ആന്തരിക ആത്മാവിന്റെ ബലമാണ് ദൈവം അവർക്ക് കൊടുത്തത്. ജീസസ് അക്ഷരീകമായി ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ ആത്മാവിനാലാണ് ശുശ്രൂഷിച്ചത്. ജീസസ് സ്വർഗാരോഹണം ചെയ്ത ശേഷം
ജീസസിന്റെ ആത്മീക ശരീരമാകുന്ന സഭയിലൂടെ അതേ ആത്മാവ് തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. അത് പാട്ട് പാടുമ്പോ 2 കൈയടിക്കാൻ ആർക്കാണ് വയ്യാത്തത്? സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ഉണ്ട്, സ്പിരിറ്റ് ഫിൽഡ് മിനിസ്ട്രി ഉണ്ട്. ബോൾഡായിട്ട് അവര് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഈ 4-ാം അധ്യായത്തിലെ എതിർപ്പിന്റെ നടുവിലും അവരെല്ലാം കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4-ാം അധ്യായത്തിന്റെ 12, 17 മുതൽ 20 വരെയുള്ള വാക്യം, 31-ാം വാക്യം, ഇവിടെയൊക്കെ അവരെത്രയോ ശക്തമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ 31-ാം വാക്യം, ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോഴ് പെന്തക്കോസ്ത് ദിവസം മാളികമുറിയിൽ ആത്മസ്നാനം പ്രാപിച്ചു. അവര് തന്നെ പിന്നെയും ആത്മാവിൽ നിറയുകയാണ്. ആത്മസ്നാനം ഒരിക്കൽ നടക്കുന്നതാണ്, ആത്മനിറവ് അനുദിനം നടക്കേണ്ടതാണ്. ദൈവം പ്രതികൂലം മാറ്റിയില്ല, പക്ഷെ പ്രതികൂലത്തിനകത്ത് പിടിച്ചു നിൽപ്പാനും ശക്തമായി സുവിശേഷീകരിക്കുവാനുമുള്ള ആത്മബലം പകരുന്നതായിട്ടാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇതെല്ലാം ദ ഫസ്റ്റ് ചർച്ച്, ജെറുസലേം ചർച്ചിന്റെ ഹിസ്റ്ററിയാണ് ലൂക്ക് റെക്കോർഡ് ചെയ്യുന്നത്. 5-ാം അധ്യായത്തിൽ നമുക്കറിയാം ആന്തരിക ശുദ്ധീകരണം നടക്കുന്നു. അനന്യ സഫീറ ദമ്പതികൾ ആത്മാവിനോട് വ്യാജം കാണിച്ചു, അവർക്ക് ദാരുണമായ അന്ത്യമുണ്ടാകും. അത് മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, 17-ാമത്തെ വാക്യത്തിലേക്ക് 17 മുതൽ 20 വരെയുള്ളൊക്കെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെയും സഭ പേഴ്സിക്യൂഷൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്നാൽ ഈ മുഖവരയിൽ തന്നെ ഒരു ദൂത് പറയാം. ഇന്നത്തെ മലയാളി സമൂഹത്തിന് ഈ വിഷയം അറിയത്തില്ല, വേണ്ടവണ്ണം അറിയത്തില്ല. ദ ചർച്ച് വിൽ ബി പെർസിക്യൂട്ടഡ്. ഞാൻ വർഷങ്ങളായിട്ട് ഇത് പ്രസംഗിക്കുന്നുണ്ട്. ഇത് കൈകാര്യം ഇത് നാം സഭയിൽ ഈ കാര്യങ്ങൾ പഠിക്കാത്ത നിമിത്തം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആളുകൾ അപ്സെറ്റ് ആണ്. നമുക്ക് MLA കാണാം, മന്ത്രിയെ കാണാം, എല്ലാരും കൂടെ ജാഥയായിട്ട് പോയി വലിയ എഴുത്തു കൊടുക്കാം. ആർക്കെന്തോ എഴുത്തു കൊടുക്കാനാണ്? വേദപുസ്തകം പറയുന്ന ചർച്ച് വിൽ ബി പെർസിക്യൂട്ടഡ്, അത് യാതൊരു തർക്കവും. ഇന്ന് കേരളത്തിലുള്ളവർ അല്പം സേഫ് ആയിരിക്കാം, പക്ഷെ നാം മനസ്സിലാക്കണം, ഭാരതത്തിൽ ശക്തമായ പെർസിക്യൂഷൻസ് നടക്കുന്നു. കേരളവും ടോട്ടലി സേഫ് ആണെന്ന് ചിന്തിക്കരുത്. ഓക്കെ, എന്റെ പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ സൂചന തന്നെ മുന്നോട്ട് പോവുകയാണ്. 5-ാം അധ്യായത്തിൽ പിന്നെ അത് കാണാം. ഇൻഫാക്ട് അവരെ ജയിലിൽ പിടിച്ചിടുകയാണ്. എന്നാൽ ദൂതൻ ഇറങ്ങി ജയിലിൽ നിന്ന് അവരെ വിടുവിക്കുന്നതായിട്ട് നമ്മൾ കാണും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരുശലേം സഭയുടെ അകത്ത് ഒരു ഇന്റേണൽ പ്രോബ്ലം ഉണ്ടായി. ആ ഇന്റേണൽ പ്രോബ്ലം ദൈവം അവർക്ക് കൊടുത്ത ദൈവീക ജ്ഞാനത്തിൽ അവർ കൈകാര്യം ചെയ്ത് അവിടെയാണ് ശുശ്രൂഷകരെ തെരഞ്ഞെടുക്കുന്നത്. 7 പുരുഷന്മാരെ, ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഡീക്കന്മാർ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം, കമ്മിറ്റി. നമുക്ക് ആ ഭാഷ അറിയത്തുള്ളൂ. ഡീക്കന്മാർ അവരെങ്ങനെയുള്ളവരായിരിക്കണം? നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, ആത്മനിറവുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം. അല്ലാത്തതിനൊന്നും ദൈവം തെരഞ്ഞെടുത്തതല്ല. ഇതാണ് വേദപുസ്തകത്തിന്റെ ക്രൈറ്റീരിയ. അതിൽ ഒരുവനായിരുന്നു സ്റ്റീഫൻ. ആ സ്റ്റീഫന്റെ മെസ്സേജാണ് 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. മെസ്സേജ് കഴിഞ്ഞപ്പോൾ തന്നെ കല്ലെടുത്ത് എറിയുകയാണ്, താൻ മരണം അടയുകയാണ്. ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദ ചർച്ചാണ്. ഇവിടെയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് തുടങ്ങുന്നത്. 7-ാം അധ്യായം അങ്ങനെ അവസാനിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ പരിശോധിക്കാം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക്, അതാണ് ഫസ്റ്റ് ചർച്ച്, യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു.
മറ്റെല്ലാ ഉപദ്രവങ്ങളെയും കടത്തിവെട്ടുന്ന ഉപദ്രവം. അതിന് ചുക്കാൻ പിടിച്ച മനുഷ്യനാണ് സൗൾ. സ്തേഫാനോസിനെ കൊല്ലുന്നതും അദ്ദേഹം അപ്രൂവ് ചെയ്തിരുന്നു. അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ശരിക്കും ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവമല്ല പേഴ്സിക്യൂഷൻ അയച്ചത്, പക്ഷെ ദൈവം അത് അനുവദിച്ചു. ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? ചർച്ച് ഗ്രോത്തിന് അത് വളരെ ബെനിഫിഷ്യലായി മാറി. യെരുശലേം സഭ എല്ലാം കൂടെ ഇങ്ങനെയാ നല്ല അനുഭവത്തിൽ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പേഴ്സിക്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അവരതിനെ അതിജീവിക്കുന്നു, ദൈവപ്രവൃത്തി കാണുന്നു, ആത്മാക്കൾ മുന്നോട്ട് കടന്നു വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ യെരുശലേമിൽ നിൽക്കാൻ ഒക്കാത്ത സാഹചര്യം വന്ന് അപ്പോസ്തോലന്മാരൊഴികെ ബാക്കിയെല്ലാം ചെതറി. ദൈവം അത് അനുവദിച്ചു. ഈ പോയവരെന്ത് ചെയ്തു? 2-ാം വാക്യം മുതൽ ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്ത് അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷീകരിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? കുവൈറ്റിൽ ഒരു പേഴ്സിക്യൂഷൻ വന്ന് നിങ്ങളെല്ലാവരും കൂടെ ജീവനെ ഭയന്ന് നിങ്ങൾ ഓടുകയാണ്. ഓടുമ്പം സുവിശേഷം പറയാനാണോ നിൽക്കുന്നത്? പാസ്പോർട്ട് എടുത്തോന്ന് ആദ്യം നോക്കും അല്ലേ? ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്, പിന്നെ ഉള്ള ഡിനാർ എല്ലാം കൂടെ എടുത്ത് അങ്ങനെയൊക്കെയാ ഓടുന്നു. ഇവരെ ചിതറിപ്പോയവരും മുഴുവനും സുവിശേഷകരാ. എല്ലാവരും ലേമാൻ, അല്ലാതെ അവർ പാസ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല, എൽഡേഴ്സ് മാത്രമൊന്നുമല്ല. അപ്പോസ്തോലന്മാർ യെരുശലേമിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവരെല്ലാം നാനായിടത്തേക്ക്, യഹൂദിയ ശമരിയയിലേക്ക്. ഇപ്പൊ ദൈവിക കാര്യപരിപാടി കണ്ടോ? സഭയെ തകർക്കാൻ നോക്കുമ്പോൾ ദൈവം അത് സഭയുടെ അഡ്വാൻറ്റേജിനേക്ക് മാറ്റുകയാണ്. ഇവരെങ്ങനെയാണ് ഇങ്ങനെ ധൈര്യത്തോടെ പ്രസംഗിക്കാനൊത്തതെന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് കിട്ടിയ മറുപടി പറയാം. അപ്പോസ്തലപ്രവൃത്തി 2:42 പറയുന്നത് അപ്പോസ്തോലന്മാരുടെ ഉപദേശം ഉണ്ടായിരുന്ന സഭയാണ്. അവർ ദൈവവചനത്തിൽ പണിയപ്പെട്ടവരാണ്. അതുകൊണ്ട് പേഴ്സിക്യൂഷൻ വന്നപ്പോൾ അവർ പിടിച്ചു നിന്നു. അവർക്ക് മുന്നേറുവാൻ കഴിഞ്ഞു. വിശ്വാസ ത്യാഗം അവരിൽ സംഭവിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥിതി നമുക്കുണ്ടായാൽ എത്ര പേര് വിശ്വാസത്തിൽ നിൽക്കുമെന്നുള്ളത് അന്നറിയാം. എന്നിട്ട് ഈ ചിതറിപ്പോയവരിൽ ഒരാളാണ് സുവിശേഷകൻ ഫിലിപ്പ്. 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെ ഭയങ്കര ഉണർവ് നടന്നു. അദ്ദേഹം ഓടിപ്പോയത് ശമരിയയിലേക്കാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പല്ലിൽ നിന്ന് അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. അധ്യായത്തിന്റെ ആദ്യം പറഞ്ഞു വലിയ പീഡനം. ഇപ്പൊ 8-ാം വാക്യമായപ്പോൾ ശമരിയ പട്ടണത്തിൽ ആ പീഡനത്തിൽ ഓടിപ്പോയ അഭിഷേകമുള്ള ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ ആളുകൾ വിടുതൽ പ്രാപിച്ച് കർത്താവിനെ സ്വീകരിച്ച് പട്ടണത്തിൽ ഭയങ്കര സന്തോഷമായി. പട്ടണത്തിലുള്ള പലരുടെയും ഭൂതം വിട്ടുപോയി, ബന്ധനങ്ങൾ അഴിഞ്ഞു. അങ്ങനെ വലിയ ഉണർവുണ്ടായി. എന്നിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് 26-ാം വാക്യം ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ഈ ഉണർവ് ശമരിയയിൽ നിൽക്കുന്ന സമയത്താണ് 26-ാമത്തെ വാക്യത്തിൽ അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു.
അപ്പൊ നമ്മൾ അതിന്റെ വൈഡർ കോണ്ടെക്സ്റ്റ്, അപ്പോസ്തല പ്രവൃത്തികളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി അവിടെ നിന്ന് ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിലേക്ക് എങ്ങനെയാണ് ഈ ശമരിയയിൽ ഫിലിപ്പോസ് വന്നത്, ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. അവിടെ ഭയങ്കര ഉണർവായിട്ട് നിൽക്കുകയാണ്. ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. വിടുതലിന്റെ ശുശ്രൂഷ നടക്കുകയാണ്. നമ്മുടെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ ശുശ്രൂഷ എറിച്ചു, കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകാണ്. ആളുകൾ വരുന്നുണ്ട്, വിടുതലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ആളിലൂടെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് ഒരു കോൾ ഉണ്ടാകുക. കർത്താവിന്റെ ദൂതനാണ് ഫിലിപ്പോസിനോട് സംസാരിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് താൻ കാണാൻ ഭയങ്കര ഉണർവ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കർത്താവിന്റെ ദൂതൻ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ മാലാഖ എന്ന അതിന്റെ അർത്ഥം. പുതിയ നിയമം പരിശോധിച്ചാൽ മാലാഖമാരുടെ മിനിസ്ട്രികൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓർക്കും ദുരുപദേശം വല്ലതും പറയാം. നമ്മൾ അത്രമാത്രം മാറിപ്പോയി. എബ്രായ ലേഖനം തന്നെ പറയുന്നത് 1:14 നമ്മുടെ മിനിസ്റ്ററിംഗ് സെർവൻസ് ആണ് ഏഞ്ചൽസ്. ഏഞ്ചലിക് മിനിസ്ട്രിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇഷ്ടം പോലെയുണ്ട്. 5:19, 10:7, 10:22, 12:8 മുതൽ 11 വരെ, 12:23, 27:23, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഏഞ്ചലിക് മിനിസ്ട്രി. അപ്പൊ ഒരു മാലാഖ, ഒരു ഏഞ്ചൽ വന്ന് ഫിലിപ്പിന് ഗൈഡൻസ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യം ഫിലിപ്പിന് എവിടെ ആയിരുന്നു ഗൈഡൻസ്? ഈ ശമരിയ വരാൻ. അത് ഫിലിപ്പോസിനോട് ചോദിച്ചാൽ ഫിലിപ്പോസ് പറയും, ആ വലിയ പീഡനത്തില് ഞാൻ ഇങ്ങോട്ട് വരാൻ ദൈവം ആ ഒരു ചാല് തുറന്നു. അപ്പൊ ദൈവം അങ്ങനെയും നടത്തുമോ? ആത്മപൂർണനായ ദൈവം വ്യത്യസ്ത നിലകളിലാണ് ഇടപെടുന്നത്, വ്യത്യസ്ത രീതികളെയാണ് നടത്തുന്നത്. ആദ്യം ഫിലിപ്പോസിനെ നടത്തുന്നത് ത്രൂ എ പേഴ്സിക്യൂഷൻ. ഓടിപ്പോകേണ്ടതായിട്ട് വരികയാണ്. പക്ഷെ ഓടിപ്പോകുമ്പോൾ ശുശ്രൂഷ പോയില്ല, ചെന്ന ഇടത്ത് ആത്മപ്രവൃത്തി നടക്കുകയാണ്. അവിടെ സക്സസ്ഫുൾ ആയിരുന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അടുത്ത മിനിസ്ട്രിക്കുള്ളത് ദൂതൻ ഇറങ്ങുക. രണ്ടും രണ്ട് നിലയിലാണ് ഫിലിപ്പോസിനെ നടത്തുന്നത്. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ വേറൊരു രീതി നമുക്ക് കാണാൻ കഴിയും. സുവിശേഷകരായുള്ള ധാരാളം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് ട്യൂൺഡായി ഇരുന്നാൽ ആത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ആത്മാവ് വ്യത്യസ്ത നിലയിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമുക്ക് ബോധ്യമാകും. ജീവിതത്തിൽ സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുമ്പോൾ, നെഗറ്റീവായി നിൽക്കുമ്പോൾ, പരാതിയും പിറുപിറുപ്പുമല്ല, അതിനകത്ത് ദൈവപ്രവൃത്തി കാണാൻ തുടങ്ങും. അവിടെ ഫിലിപ്പോസ് ശാസിച്ച് പ്രാർത്ഥിക്കുമൊന്നുമല്ല. ഫിലിപ്പോസ് പേഴ്സിക്യൂഷനിൽ ഓടി ചെതറിപ്പോയവരുടെ കൂട്ടത്തിലാണ്. പക്ഷെ പോയി ഭയങ്കര ഉണർവിന് ചുക്കാൻ പിടിച്ചു. ഇതാണ് ലൂക്കോസ് വിവരിക്കുന്നത്. അടുത്ത ദൂതനാണ് പറയുന്നത്. ദൂതൻ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് എന്താണ് പറയുന്നത്? നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക്. ഇത് ശരിക്കും ദൈവാലോചനയാണോ? സംശയിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഭയങ്കര ഉണർവ്, ആളുകൾ ഡെയിലി വന്ന് സഭാ വളർച്ച നടക്കുക. അന്നേരം പറയാം നിർജ്ജന പ്രദേശത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം, അല്ലേ? നമ്മൾ ചില ആളുകളോടൊക്കെ കോൺട്രാക്ട് കൊടുക്കും, പക്ഷെ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണം, ഒന്നുകൂടെ. അതെന്താ? ഈ പറഞ്ഞ ആലോചന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ചിന്തകൾ അതിനകത്ത്. അല്ലെ, ഇത്രയും വലിയ സഭയിലെ ഉണർവൊക്കെ നടക്കുമ്പോൾ കാര്യമെല്ലാം ഓക്കെ ആയി, ശുശ്രൂഷ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാം നല്ല നിലയിൽ പോകുമ്പോ പെട്ടെന്ന് മാറാനോ? അത് ദൈവാലോചനയാണോ? ലോജിക്കലി ചിന്തിച്ചാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാൻ. പെട്ടെന്ന് നമ്മുടെ ഉള്ളതിൽ അയ്യോ
ഞാൻ ഈ നേടിയ ആളുകളെയൊക്കെ ആര് നോക്കും? എല്ലാരും പൊഴിഞ്ഞു പോകത്തില്ലേ? അത് നമ്മൾ പറയുകയണ്ട. ദൈവമാണ് ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ ദൈവത്തിനറിയാം അവരെ നിർത്താനും. ഒരു ചർച്ചും ഒരാൾ കേന്ദ്രീകരിച്ചല്ല, ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ്. ഒരു ലോക്കൽ ചർച്ചിലും ഒറ്റയാളും ഇൻഡിസ്പെൻസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ 17 വർഷമായിട്ടുള്ള സൂക്ഷിക്കാൻ ഞാൻ മുഖവരയിൽ പറഞ്ഞല്ലോ, അയ്യോ എബിപ്പാസ് പോയാൽ നടക്കുമോ? ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കാനില്ല. ഒരു മോശയുടെ സമയത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത യോശുവ കർത്താവിനുണ്ട്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തികളല്ല, വ്യക്തികൾക്ക് വേണ്ടിയല്ല ഈ കാര്യങ്ങളെല്ലാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. ഒരു അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്ന, അബ്രഹാമിനെ അങ്ങ് ഏതാണ്ട് ഒരു സംഭവമാക്കാനല്ല. ഞാൻ നിന്നെ വലിയവനാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന വിഷയം എന്താണെന്നറിയാമോ? അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിലൂടെ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ലോക രക്ഷിതാവായി അയക്കണം ദൈവത്തിന്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗോഡ്. നമ്മളല്ല മെയിൻ ക്യാരക്ടർ. ചില ആളുകൾ ചിന്തിക്കുന്ന അവരൊരു വലിയ സംഭവമാണെന്ന, അവരില്ലെങ്കിൽ സഭ ഓടത്തില്ല. അത് പുസ്തകം അറിയാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഫിലിപ്പോസ് പോയാൽ, ഫിലിപ്പോസ് പോകുന്നതാണ് നല്ലത്, ദൈവഹിതം അനുസരിക്കുക നല്ലത്. പോയി കഴിഞ്ഞാൽ ശമരിയക്കാർക്ക് ഒന്നും സംഭവിക്കാനില്ല. ദൈവം നോക്കിക്കോളൂ. ദൈവമല്ലേ അയക്കുന്നത്, ദൈവഹിതം അതാണ്. ആ ഉണർവ്, ആ അനുകൂല സാഹചര്യം വിട്ട് ഗസയ്ക്കുള്ള വഴി, നിർജ്ജന സ്ഥലം. അവിടെ ചില വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴി എന്നൊക്കെ പറഞ്ഞ്, ഗസയ്ക്ക് 2 വഴിയുണ്ട്. ഒരു വഴിക്ക് ഉള്ള പേര് കിങ്സ് ഹൈവേ എന്നാണ്. ഇഷ്ടം പോലെ ട്രാവലേഴ്സ് ഉണ്ട്. പക്ഷെ അത് എടുക്കണ്ടെന്നാ പറയുന്നത്. നിർജ്ജനമായ സ്ഥലത്തൂടെ പോകണം. മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം ഇറക്കി തിരിച്ചപ്പോൾ കനാനിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. ദൈവം അവരോട് പറഞ്ഞ ലോങ് ഷോർട്ട് റൂട്ട് എടുക്കണ്ട. നമ്മൾ ഓർക്കിന്റെ എന്താ ഇങ്ങനെയൊക്കെ? ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ്. മനുഷ്യന്റെ ചിന്തകൾ പോലെയല്ല ദൈവത്തിന്റെ വഴികൾ. നിർജ്ജന സ്ഥലം. അതുപോലൊരു വാക്കുണ്ട്, തെക്കോട്ടുള്ള വഴിയാണ്. ആ തെക്കോട്ടുള്ള ആ വഴി, ആ തെക്കോട്ട എന്നുള്ള വാക്ക് ശരിക്കും അതിന്റെ മൂലഭാഷ നമ്മള് തർജ്ജിമ ചെയ്താൽ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നട്ടുച്ചയ്ക്ക്, അറ്റ് നൂൺ എന്ന് വേണേ തർജ്ജിമ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സൂര്യൻ മുഴുവലത്തോടെ യോപിക്കുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക്, അത് നിർജ്ജന സ്ഥലത്തേക്ക് പോയി അവിടെ ആരെ കാണാനാണ്? അത് ദൈവാലോചനയാണോ? പക്ഷെ ദൈവാലോചന കൂടെ കൂടെ കേൾക്കുന്ന ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ടർസ്റ്റുഡ് ദൈവത്തിന് തന്റെ മേൽ പകരുന്ന നിയോഗമാണ്. അത് ഒരു ദൈവാലോചനയാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ടച്ച് വരുമ്പോഴേ, നിങ്ങൾ കണ്ടോ, പെർസിക്യൂഷനിലൂടെയാണേലും ഒരു നടത്തിപ്പുണ്ട്. തക്ക ഇടത്ത് പോയി ഉണർവുണ്ടായി. അതിനുശേഷം ദൂതൻ ഇറങ്ങി പറയുന്നു. താനത് കേൾക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു സ്പിരിറ്റ് കൺട്രോൾഡ് മാൻ ആണെങ്കിൽ ഈ വഴികൾ മനസ്സിലാക്കും. 27-ാം വാക്യം, അവൻ പുറപ്പെട്ടു എന്നപ്പോൾ, ഇത് കേട്ടു പുറപ്പെടുകയാണ്. ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ് ആണ്. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ, കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല വണ്ണാരത്തിനും വിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവനെ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ. ഒറ്റ പോക്കാണ്. നമ്മളായിരുന്നേൽ എന്ത് ചെയ്തേനെ? പ്രവാചക ടീമിനെയൊക്കെ ഒന്ന് അറിയിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കി, ഒരു കൺഫർമേഷൻ വേണ്ടേ ബ്രദറെ? ചുമ്മാ അങ്ങ് പോകാൻ ഒക്കും. ഞാൻ ഇന്നും ഓർക്കുന്നു, ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ദൈവദാസൻ എന്നോട് ഒരിക്കൽ പ്രവചിച്ചു കേട്ടോ, നമ്മുടെ കുവൈറ്റിൽ വെച്ച്.
1993 ബ്രദറിനെ ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ 1-2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്ത് ശുശ്രൂഷയ്ക്ക് വന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞിട്ട് പോകണ്ട കേട്ടോ. പേടിച്ചു പോയി അദ്ദേഹം. ഞാൻ പറഞ്ഞിട്ട് പോകണ്ട. അദ്ദേഹമാണ് ദൈവാലോചന അറിയിച്ചത്. ഞാൻ ആ ദൈവാലോചനയുടെ വെളിച്ചത്തിലല്ല. എന്റെ അന്തരാത്മാവിൽ അതിന് നിയോഗമുണ്ടായിരുന്നു. വ്യക്തിപരമായ പ്രവചനങ്ങൾ നമ്മളോട് കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്നതിന്റെ കൺഫർമേഷൻസ് ആണ്. ഇദ്ദേഹം വേറെ ഒരാളിനോട് ചോദിക്കാൻ നിന്നില്ല. വേണേ ഒത്തിരി ന്യായം പറയാം. ഇറങ്ങിയ ദൂതനോട് പറയത്തില്ലേ, ദൂത ഞാൻ ഇവിടെ നല്ല ഉണർവ് നടക്കുക. ദൂതൻ തന്നെ അങ്ങ് പോയി എന്താണെന്ന് വെച്ചാൽ ഈ ഗസയ്ക്കുള്ള വഴിയിൽ കാര്യം അങ്ങ് റെഡിയാക്കുന്നതല്ലേ നല്ലത്. ഞാനിപ്പോ ഈ ഉണർവ് വിട്ടിട്ട് നട്ടുച്ചയ്ക്ക് പോയി അവിടെ ചുമ്മാ നിന്നാൽ ടൈം വേസ്റ്റ് ആയത്. ഇതൊന്നും പറയുന്നില്ല. ഫിലിപ്പോസിന് അറിയാം അപ്പോസ്തലന്മാരെല്ലാം യെരൂശലേമിൽ തന്നെ ഉണ്ടെന്ന്. കുറച്ചുകൂടെ അവർക്ക് റീച്ച് ചെയ്യാൻ ഈസി. ദൂതനെ ആ അപ്പോസ്തലന്മാരോടൊന്ന് പറഞ്ഞാട്ടെ, അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ ഇവിടുന്ന് നടന്ന് ഇനി അവിടെ വരെ ചെല്ലുന്നത് നല്ലത്, അവരങ്ങോട്ട് പോവാണ്. ഇതൊന്നും പറയുന്നില്ല. ദൈവാലോചന അനുസരിക്കാന്നേൽ ഇങ്ങനെ അനുസരിക്കും. ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് ദൈവം സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായ അവരുടെ അന്തരാത്മാവിൽ അറിയാം. കൺഫർമേഷൻസ് ഒന്നും അവർക്ക് ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി കൺഫേംഡ്. യാതൊരു മടിയും വിചാരിക്കാതെ ആ ദൂതൻ പറഞ്ഞ വാക്ക് അങ്ങനെ അനുസരിക്കുക. മലയാളത്തിൽ എത്ര ലളിതമായിട്ട് അവൻ പുറപ്പെട്ടു എന്നപ്പോൾ ഈ ജസ്റ്റ് വെൻ. അന്നേരമാണ് കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യക്കാരൻ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗക്കാരനാകാൻ സാധ്യതയുണ്ട്. ഇസ് ആൻ ആഫ്രിക്കൻ. സുവിശേഷം എല്ലാവർക്കും ഉള്ളതാകട്ടോ. കറുത്തവനും വെളുത്തവനും വിദ്യാസമ്പന്നനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും എല്ലാവർക്കും ഉള്ളതാണ് സുവിശേഷം. ഇവിടെ ഒരു ആഫ്രിക്കൻ ആളാണ്, ഒരു രാജ്ഞിയുടെ മന്ത്രിയാണ് ഇദ്ദേഹം. ഒരു രഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോയിട്ട് വരിക എന്നറിയാമോ? യെരുശലേമിൽ പോയിട്ട് മടങ്ങിപ്പോകുക. അപ്പൊ ഇയാള് യഹൂദനാണോ? എന്തിനാണ് യെരുശലേമിൽ പോയത്? ദൈവഭക്തനാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആഫ്രിക്കയിലൊക്കെ അല്ലെങ്കിൽ എത്യോപ്യയിലൊക്കെ അന്ന് സുവിശേഷം എങ്ങനെയാവും ചെന്നത്? ഞാനൊരു ചെറിയ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ശേബാരാജ്ഞിയുടെ കാലത്ത് തന്നെ ശലോമോന്റെ അടുക്കലൊക്കെ വന്നു കഴിഞ്ഞ് പോയി ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അവിടൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെയാകാം, ഒരു സാധ്യതയാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഏകസത്യ ദൈവത്തെ ആരാധിക്കാൻ യെരുശലേമിൽ പോയി മടങ്ങി എത്യോപ്യയിലേക്ക് പോകുന്ന വഴിയാത്രയിൽ ദൈവം പ്രത്യേകമായ ഒരു ഉപദേശിയോട് പറഞ്ഞ് ആത്മാവിനെ അനുസരിക്കുന്ന ഉപദേശി ഇദ്ദേഹത്തെ വന്ന് മീറ്റ് ചെയ്യുക. ഇതാണ് രംഗം. ദൈവത്തെ അറിയാവുന്ന ഒരാളാണ്. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയില്ല. പക്ഷെ ആ ആരാധനയിൽ അദ്ദേഹത്തിന് ഒരു പൂർണ്ണ തൃപ്തിയോ സന്തോഷവും ഇല്ല. നാമത്തെ ആരാധനകൾ അങ്ങനെയാണ്. ഈസ് നോട്ട് ജോയ്ഫുൾ. രക്ഷിക്കപ്പെട്ടയാളല്ല, സുവിശേഷം കേട്ടിട്ടില്ല, യേശുവിനെ അറിയത്തില്ല, മോണോഥീസ്റ്റാണ്, ഏകസത്യ ദൈവത്തിന്റെ വെളിപ്പാടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഗുണം അറിഞ്ഞ ആരിലും, ഡ്രൈവർ വണ്ടി ഓടിക്കുക, പുറയിലിരിക്കുകയോ മുന്നേ ഇരിക്കുകയോ ആള് വേദോത്സവം വായിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല. ഈ മനുഷ്യന്റെ ഉൾവാഞ്ച നിങ്ങൾ കണ്ടോ? ദൈവവചനം
എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് ആളിനെ ഗ്രഹിക്കാനുള്ള ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ വേൾഡ്. വചനം എനിക്ക് വായിക്കണം. ഓക്കെ, എനിക്ക് യെരുശലേമിൽ പോയി ഐ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ്. പക്ഷെ ഈ മനുഷ്യൻ ചെയ്തതെന്നറിയാമോ? നമ്മുടെ കൂട്ടൊരു വേദപുസ്തകമല്ല, ഒരു ചുരുള് വാങ്ങി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാ വായിക്കുന്നതെന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. 53-ാമത്തെ അധ്യായത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ യാത്ര തുടങ്ങിയപ്പോ തൊട്ട് വായനയാണ്. ഈ പ്രത്യേക സന്ദർഭത്തിൽ 53-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുമ്പോഴാ ദൈവം നോക്കിയ കാര്യങ്ങൾ അടുപ്പിക്കുന്നത്. ഫിലിപ്പോസ് ഉപദേശിക്ക് നിയോഗം കൊടുത്ത് 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. ഈ ദീർഘ മൈലുകളാണ്, നൂറുകണക്കിന് മൈലുകളാണ് എത്യോപ്യ വരെ. ഈ മനുഷ്യൻ ഇരുന്ന് വേദോസം വായിക്കുക, അതും ഉറക്ക വായിക്കുകയാണെന്ന് തിരുവഴുത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നു. അങ്ങനെ ഒരു വാഞ്ച ഉണ്ടോ? എനിക്കിതൊന്ന് പഠിക്കണം. I want to know the scripture. ഇതിന് വിദ്യാഭ്യാസം ആവശ്യമില്ല. വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കുമായി സ്തോത്രം. ഇതിനകത്തെ ഒരു തീഷ്ണത, ഒരു ദാഹം, ഒരു വാഞ്ച, ഒരു വിശം. I want to read. എനിക്കിതൊന്ന് മനസ്സിലാകണം. പ്രിയരെ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ദൈവം അതിലാക്കും. ഞാൻ ഈ മനുഷ്യനിൽ കാണുന്ന ഇതാണ്. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പൊ ഈ തേര് ഓടിക്കുന്ന പുള്ളികളുണ്ടോ? ഉണ്ട്. അല്ല വേറെ ആരെങ്കിലും കാണുമോ? കണ്ടേക്കാം. എൻറ്റോറാജ്. അതെന്താ? മന്ത്രിയല്ലേ? നാണമില്ലേ? ഇല്ല. ഉറക്ക വായിക്കുക അല്ലേ? നമുക്കാന്ന് വലിയ മോശമാണ്. കുവൈറ്റിൽ വെച്ച് ദൈവം എന്നെ ഉണർത്തിക്കഴിഞ്ഞ് അടുത്ത 2 വർഷം ഞാൻ ഓഫീസിൽ ബൈബിളുമായിട്ട് പോകുമായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് വേദോസം വായിക്കുക. ഒരു നാമധേയ പെന്തിക്കോസ്തുകാരനായിട്ട് ഞാൻ ജീവിക്കുമ്പോഴാണ് ദൈവം എന്നെ സന്ദർശിച്ചത്. വ്യക്തിപരമായി എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. ഞാൻ അബ്ബാസിയയില താമസിച്ചുകൊണ്ടിരുന്നു. കത്തനാര് പറമ്പിൽ രായിച്ചായന്റെ വീടിന് തൊട്ടടുത്ത് ഇന്ന് അമേരിക്കയിലായിരിക്കുന്ന ജോയിച്ചാനും സൂസമ്മാമ്മയുടെ വീട്ടിൽ ഒരു ഗസ്റ്റായിട്ട് താമസിക്കവേ ദൈവത്തിന്റെ ഒരു സന്ദർശനം എൻ്റെ മേലുണ്ടായി. ദൈവം എന്നെ ഉണർത്ത്. റാഡിക്കൽ ചേഞ്ച് ഉണ്ടായി. ഞാൻ അന്നും ഇന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ആ ബൈബിളുമായിട്ടാണ് ഓഫീസിൽ പോകുന്നത്. എനിക്കൊരു ചെറിയ ഫ്രീ ടൈം കിട്ടിയാൽ ഐ ആം റീഡിങ് ദ ബൈബിൾ. എന്റെ അകത്ത് ഭയങ്കര ആഗ്രഹം. ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് സൂപ്പർ നാച്ചുറൽ. ഉച്ചഭക്ഷണത്തിന് ആളുകളെല്ലാം ലഞ്ചിന് വേണ്ടി ബ്രേക്ക് ചെയ്ത് അവർ പോകും. ഞാൻ കമ്പനിയിൽ നിന്ന് പോകത്തില്ല. ആ ലഞ്ച് ബ്രേക്കിലിരുന്ന് I was devoting myself to the scriptures and prayer, and God met with me. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ അനുഭവമാണ്. ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. എനിക്കത് പറയാൻ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം, കാരണം ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനകത്ത്. അത് എനിക്ക് മനസ്സിലാക്കണം. ഐ ആം ഡ്രോൺ ടു ദ സ്ക്രിപ്ചേഴ്സ്. നിങ്ങളുടെ ഉള്ളത്തിൽ അങ്ങനെ ഒരു എന്താ കാന്തം, മാഗ്നറ്റ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പിൻസിനെ മറ്റ് ഉള്ള ലോഹങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തോടുള്ള ഒരു പ്രേമം, ഒരു ആഴമേറിയ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദാറ്റ്സ് ഗോഡ് കോളിംഗ് യു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്. പുസ്തകം ഇരുന്ന് വായിക്കുകയാണ്.
യെരൂശലേമിൽ ആരാധിക്കാൻ വന്നു ഒരു കോപ്പി മേടിച്ചോണ്ടാ വന്നത് യെശയ്യാപ്രവാചകൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്നിപ്പം കുമ്പനാട്ട്, ഇവിടെ നമ്മുടെ നാട്ടിലെ കാര്യം പറയാന്നേ, കുമ്പനാട്ട് പറഞ്ഞാൽ 150 രൂപയ്ക്ക് ഒരു ബൈബിള് കിട്ടും, ആർക്ക് വേണേ മേടിക്കാം. ഒരു ചുരുൾ ആ കാലഘട്ടത്തിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1-2 കാര്യം മനസ്സിലാക്കുക. ഇദ്ദേഹം നല്ല പണക്കാരനാണ്, ശരി, അദ്ദേഹം ഒരു മന്ത്രിയാണ്. പക്ഷെ പണം മുടക്കിയത് എന്തിനാണെന്നറിയാമോ? ഒരു ചുരുള്, ദൈവവചനം വാങ്ങാൻ. എല്ലാവർക്കും ആ കാലഘട്ടത്തിൽ സ്വന്തമായി ചുരുളുകളില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും സിനഗോഗിൽ ചെന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തു. സ്വന്തമായി ഒരു ചുരുള കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. ഈ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അതെല്ലാം കാണിക്കുന്നത് ദൈവവചനത്തോടുള്ള തന്റെ ആ ആഴമേറിയ വിശപ്പാണ്. ദൈവത്തെ എനിക്കറിയണം. ബ്രദറെ, നല്ല ഒരു ആരാധനയൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളെന്താ അല്ലേ, വെള്ളിയാഴ്ചത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു KFC അടിക്കാം. അന്നേരം ഇനി വചനം വായിക്കാം. വചനം എന്താ വായിക്കാൻ? അടുത്ത പ്രോഗ്രാം KFC. നമുക്ക് പറ്റിപ്പോയത് അതാണ്. അതുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്, അതുകൊണ്ടാണ് ഗ്രഹിക്കാത്തത്. ഹു ഈസ് ഇൻട്രസ്റ്റഡ്? പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന് പേഴ്സണലി മറ്റു വേറെ ബ്രദറെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. ഇടത്തെ കൈക്ക് ഒരു ചെറിയ ബലഹീനത പോലെ അനുഭവപ്പെടുന്നുണ്ടെന്നൊക്കെ. ഇതൊന്നും അല്ല അദ്ദേഹത്തിന്റെ വിഷയം. സാമ്പത്തികമായിട്ടുള്ള കെട്ടി വട്ടം കെട്ടി ചുറ്റിക്കെട്ടി ഇട്ടേക്കൊന്നുമല്ല. അദ്ദേഹത്തിന് അത് അഴിക്കാനൊന്നുമല്ല. ഇതൊക്കെയാണ് നമ്മുടെ വലിയ വിഷയങ്ങൾ. എന്തോ ഫിനാൻഷ്യൽ മേഖലയുടെ മേലൊരു കെട്ടുണ്ട്. എന്നിട്ട് അത് അഴിക്കാൻ കുറെ വിദഗ്ധര്. എന്നിട്ട് സാധുക്കളെ എന്ത് ചെയ്യും? അഴിയുന്നുണ്ട് ബ്രദറെ, അഴിയുന്നുണ്ട്. കൈയടിച്ച് ആരാധിച്ചു. അഴിയുന്നുണ്ട്. എന്തോ അഴിയുന്നുണ്ട്? എവിടെ അഴിയുന്നുണ്ട്? ആരെ അഴിക്കുന്നത്? ഫിനാൻഷ്യൽ മേഖലയുടെ കെട്ടിട്ടേക്കുക. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അത് അഴിക്കുക. ദൈവം പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ കഴിയട്ടെ. പിന്നെ മക്കളുടെ ഭാവി പറയണം. നല്ല ഒരു ദൂത. ആന്റിയുടെ മോള് സ്റ്റെത്തസ്കോപ്പുമായിട്ട് രാജസ്ഥാനിൽ നിൽക്കുന്ന കാണും. സന്തോഷമായി. അത് 20 KD നമുക്ക് കൊടുക്കാം, അതിനുള്ള ഉണ്ട്. വചനം എന്ത് ചെയ്യും? ആളുകൾ വചനത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആളുകൾ ചിന്തിക്കുന്നതെന്ന് അറിയോ? വചനം കുറെ ഉപദേശിമാരെ പണിയില്ലാതൊക്കെ ഉണ്ട്, അമ്മാരെ എന്തെങ്കിലുമൊക്കെ തുടർന്നുള്ള സമയം വചന ശുശ്രൂഷ എന്ന് പറയാം. ഈ അടുത്തിടെ ഒരു ദൈവാസം പ്രസംഗിക്കുന്നത് കേട്ടു, തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷ പറയുമ്പോൾ ബൈബിൾ അടയ്ക്കുമെന്ന്. അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. ബൈബിൾ, വാട്ട് ഈസ് ദ വേർഡ്? നോ ഹങ്കർ ഫോർ ദ വേർഡ്. ഇതിന്റെ ഇത് അണ്ണാക്കിന്, ഇറ്റ്സ് ലൈക്ക് ഹണി, അണ്ണാക്കിന് മധുരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. വൺസ് യു fall in love with the scriptures, you will be transformed. തിളയ്ക്കുന്ന ഒരു ഹൃദയം. എനിക്ക് ദൈവത്തെ അറിയാനുള്ള വാഞ്ചയുള്ള ഒരാളിന് അന്വേഷിക്കേണ്ട ഇടമാണ് വിശുദ്ധ തിരുവെഴുത്ത്. യു വിൽ സീ ഗോഡ്, യു വിൽ ഫൈൻഡ് ഗോഡ്. അവിടെയാണ് ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനുഷ്യന് സാമ്പത്തിക വിടുതൽ വേണ്ട, ആ മനുഷ്യന് പദവികൾ വേണ്ട. അദ്ദേഹം ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് കാറിന് വേണ്ടി ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ബ്രദറെ, പിടിച്ചു വെച്ച്. അദ്ദേഹം രഥത്തേലാണ് പോകുന്നത്. സേവിക്കാൻ ജേവകരൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല, ഈ കെട്ടുപൊട്ടിയൊന്നുമല്ല. വാസ്തവത്തിൽ ഒത്തിരി ആളുകൾ ഈ വേർപെട്ട സമൂഹത്തിൽ മിസ്ഗൈഡഡാ. പ്രധാന കാര്യം എന്താന്ന് പോലും ആൾക്കറിയും. ഇങ്ങനെ കുറെ ചില്ലറ കാര്യമൊക്കെ. പിന്നെ കർത്താവ് വരുമെന്ന് കേൾക്കുന്നു, വരിക അന്നേ പോവുകയും വേണം. ഇതെല്ലാം കൂടെ ഒന്നാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്ന ഇതാണ്. ഈ മനുഷ്യന് തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് പണം മുടക്കി ചുരുള് മേടിച്ച്, ചിലർക്ക് സംബന്ധിച്ചിടത്തോളം ചുരുള് മേടിച്ച് നമുക്ക് നമ്മുടെ ഷോക്കേസിൽ വെച്ചേക്കാം. NIV ഉണ്ട്, KJV ഉണ്ട്, NASB ഉണ്ട്.
ഈ കയറി വരുന്നവരെ വരുത്താനാ, എല്ലാം പഠിച്ചിരിക്കുക. എല്ലാം നമുക്കെല്ലാം അവിടെ എല്ലാം ഇത് അതിന് മേടിച്ചതല്ല, വായിക്കുക. മനസ്സിലാകുന്നില്ലെന്നുള്ളത് സത്യം, അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ ആള് വായിക്കുക, ഹൃദയത്തിൽ വാഞ്ചയുണ്ട്, അല്ലേ? അതാണ് നമ്മളിവിടെ കാണുന്നത്. ദിസ് ഇസ് എ ഹംഗ്രി സോൾ. അവിടെയാണ് ആ ദൈവത്തിന്റെ ആ പ്രൊവിഡൻഷ്യൽ അപ്പോയിന്റ്മെന്റ് നമ്മൾ കാണുന്നത്. ഈ നമ്മൾ അതിശയിച്ചു പോകും. കൃത്യമായിട്ട് യെശയ്യാ പ്രവചനം 53 വായിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആത്മപൂർണമായ ഉപദേശം നടത്തി ആ കറക്റ്റ് യേശുവിനെ കുറിച്ചുള്ള പോയിന്റ് എന്താ 51 പോയായിരുന്നെങ്കിൽ അതൊക്കെ അതില്ല. 53 തന്നെ ആ നടത്തിപ്പ് കണ്ടോ? സുവിശേഷകരായി എന്നെ കേൾക്കുന്നവരെല്ലാവരും ഇത് മനസ്സിലാക്കണം. ആ മാലാഖ ഇറങ്ങി ഇത് പറഞ്ഞപ്പം എന്തെങ്കിലും ഉടക്ക് ചോദ്യം ഒക്കെ കൊണ്ട് ചോദിച്ചിരുന്നാൽ ഈ ദൈവപ്രവൃത്തി നടക്കുമോ? 1-ാം നൂറ്റാണ്ടിലെ അനുഭവം നമ്മളൊക്കെ പ്രാർത്ഥന, കർത്താവേ 1-ാം നൂറ്റാണ്ടിലെ അനുഭവം എന്താണ്? 1-ാം നൂറ്റാണ്ടിൽ അവർക്ക് ഹോളി സ്പിരിറ്റ് ഒരു റിയാലിറ്റി ആയിരുന്നു. പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ഡേ ടു ഡേ ലൈഫിൽ അവരെ നിയന്ത്രിച്ച് വഴി നടത്തുക ഹോളി സ്പിരിറ്റ് ആണ്. ജീസസ് പറഞ്ഞ എന്താ? മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിപ്പാൻ തരും. മറ്റൊരു കാര്യസ്ഥൻ, ജീസസ് ആണ് ഒരു കാര്യസ്ഥൻ. ഇതുപോലെ സെയിം ക്യാരക്ടർ ഉള്ള ഒരാൾ, ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് വാസ് റിയൽ ഫോർ ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. അതുപോലെ നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങളുടെ ആ ടൊയോട്ട വണ്ടിയെ പോകുന്ന പോലല്ല, അബ്ബാസിയായിട്ട് കുവൈറ്റ് സിറ്റി വരെ പോകുന്ന പോലാണോ ഈ രഥത്തിൽ അന്നത്തെ റോഡിൽ ഈ മനുഷ്യൻ പോകുന്നത്? ഡൺലപ്പ് ടയറോ ഗുഡിയർ ടയറയിലല്ല ഈ പോകുന്നത്, ഉടുക്കോ ഇടുക്കോ എല്ലാമായിട്ടായി പോകുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ എന്ന് വായിക്കുക, എന്തൊരാഗ്രഹമാണിത്! അല്ല, ഞാൻ എന്നും അഹമ്മദി വരെ പോയിച്ചു വരും. നിങ്ങളുടെ വണ്ടിയിൽ ഏസി ഇട്ടോണ്ട് ആ നല്ല പോഷ് വണ്ടിയിൽ അത്തറ്റം വരെ പോയിട്ട് ഇത്തരം ശരിയാ 2-2.5 മണിക്കൂർ എടുത്തു. ഇത് മൈൽ ദിവസങ്ങൾ എടുക്കുക പോവാൻ. ഒരു രഥത്തിൽ ശരിക്കും ഇതിനകത്തുനിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് തന്നെ ഈ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു തീവ്ര ആഗ്രഹം, ഞാൻ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കട്ടെ, ഇതാണ് നല്ല നിലം ഒരുക്കപ്പെടുക. ദൈവം തന്നെ ഒരുക്കുക. ഇവിടാണ് ഫിലിപ്പോസ് വന്ന് വിത്ത് പാകേണ്ടത്. ഒരുക്കപ്പെട്ട തലം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഒരു ദാഹം, ഒരാഗ്രഹം. അതില്ലെങ്കിൽ സ്നേഹത്തോടെ താഴ്മയോടെ നിങ്ങളോട് പറയാം, നാം ഡേഞ്ചറിലാണ്. വചനത്തിന് വേണ്ടി നമുക്കൊരു തീവ്രമായ ആഗ്രഹമില്ലെങ്കിൽ we are in grave danger. വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കുക, വചനത്താലാണ് വീണ്ടും ജനനം. വചനമാകുന്ന മായമില്ലാത്ത പാലിനാലാണ് രക്ഷിക്കപ്പെട്ട ആ ശിശു വളരുന്നത്. കട്ടിയായ ആഹാരമുണ്ട്, അതും വചനമാണ്. ക്രിസ്തുവിന്റെ പക്വത, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന മുഴുവനും വചനം വചനം വചനം. വ്യക്തിപരമായ ഒരു മെഡിറ്റേഷൻ, ഒരു പഠനത്തിന് സമർപ്പണമില്ലാത്ത ഒരാൾ എത്ര ഡേഞ്ചറിലാണ് പ്രിയമുള്ളത്. അവർക്ക് ദൈവഹിതം അറിയാതെയാണ് അവർ നടക്കുന്നത്. ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ഈ മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹം. He wants to know God. He wants to know the scripture. 29-ാം വാക്യം, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ആദ്യം പേഴ്സിക്യൂഷൻ ആയിരുന്നു ഒരു നടത്തിപ്പ്. 2, ദൂതനിറങ്ങി സംസാരിച്ചു. ഇവിടെ ആത്മാവ് നേരിട്ട് പറയാ. ആത്മാവ് എങ്ങനെയാ പറഞ്ഞത്? ഹൃദയത്തിലാണോ? കേൾക്കത്തക്ക ശബ്ദമാണോ? ലൂക്കോസ് എഴുതിയിട്ടില്ല. വേദപണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസം. ചിലർ കേൾക്കത്തക്കവണ്ണമുള്ള ശബ്ദമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അന്തരാത്മാവിൽ ആത്മാവിന്റെ ശബ്ദം കേട്ടതായിരിക്കാം. ആത്മാവ് എന്താണ് പറയുന്നത്? തേരിനോട് ചേർന്ന് നടക്ക.
തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അതാ ഞാൻ പറഞ്ഞ ഉറക്ക വായിക്കുകയായിരുന്നു. അവിടെയാണ് ചോദിക്കുന്നത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്. ഫിലിപ്പോസ് ഓടിച്ചെന്നപ്പോൾ, ഈ തേര് ഓടിക്കുകയല്ലേ, അപ്പൊ എങ്ങനെ ഈ മനുഷ്യൻ ഓടിയാൽ അതിന്റെ കൂടെ നിൽക്കുന്നത്? എനിക്കറിയില്ല. കുതിര അല്ലായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ഈ കാളവണ്ടി പോലെ കാളയുടെ രഥത്തെ ആ നിലയിലുള്ള വാഹനമായിരിക്കാം. എന്ന് പറഞ്ഞാൽ സ്ലോ പേസിലായിരിക്കാം. നിങ്ങളിപ്പോ ശടിക്കുക, ഇല്ലല്ലല്ല കുതിര തന്നെയാ, അയ്യോ ആയിക്കോട്ടെ. എന്നാൽ എനിക്ക് പറയാനുള്ള, ഏലിയാവിനെ പോലെ ദൈവകൃപ കിട്ടിയത് ആ സമയത്ത് ഏതേലും ഒന്നാ. അല്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യൻ ഈ ഓടുന്ന തേരിനോട് ചേർന്ന് ഓടി നടക്കും? ഇതാണ് നമ്മളവിടെ കാണുന്ന സംഭവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. പഴയ പൂർവന്മാരുടെ ഒരു പരിചയമാണ് ഈ ഉറക്ക വായിക്കുക. ദൈവവചനത്തോടുള്ള ദാഹവും ആ വിശപ്പ് നോക്കി ഈ മനുഷ്യൻ ഉറക്ക വായിക്കുക. ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം, പഴയ ആളുകളുടെ ഒരു പരിചയമായിരുന്നു നിർത്തി നിർത്തി വായിക്കുക. നമ്മളെങ്ങനെ വായിക്കുന്നേ? അത് ലാസ്റ്റിലെ ടയർഡായി, ഇനി ഒന്നും ചെയ്യാൻ വയ്യ, കുടുംബ പ്രാർത്ഥന സമയമായി, വായര് ഒരു വേദഭാഗം അല്ലേ, ഒട്ടുവാക്കിയിട്ട് മിക്കവാറും ഉറങ്ങുക. ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാള് ഉറക്കത്തിൽ വരും. രാവിലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എഴുന്നേറ്റ് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയാണ്, അത് ബെഡേ തന്നെ അങ്ങ് ടൈമില്ലെന്നേ. നിർത്തി നിർത്തി ഉറക്ക വായിക്കണം. മനസ്സിലാകാനല്ലേ ഈ വായിക്കുന്നത്. പിന്നെ ഇപ്പം ഈ വേർപെട്ട സമൂഹത്തിൽ ഈണത്തിന് വായന തുടങ്ങിയിട്ടുണ്ട്. ഈ ഉപദേശിമാരൊക്കെ ഈ ശവസംസ്കാരത്തിനൊക്കെ നിൽക്കുമ്പോൾ അതെനിക്കൊന്ന് പണ്ട് സമുദായത്തിലായിരുന്നേ. ഇപ്പം അത് ഏറ്റുപാടിക്കുക നല്ല ഈണമാ. 3-4 ഉപദേശിമാരിൽ നിന്ന് ഇങ്ങനെ ഈണം വായി, അത് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഇതെന്തവാ സംഭവം? സ്തോത്രം. ഇവിടെ ഉപദേശിമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആത്മാവ് പറഞ്ഞ് ചേർന്ന് നടക്കാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ ദൈവവചനം ഇങ്ങനെ കേൾക്കുക. എങ്ങനെ ഇയാളോട് സുവിശേഷം പറയുന്നത്? ഇത് വലിയ മന്ത്രിയാന്നേ. ഫിലിപ്പോസിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. അയ്യോ, പുഴുവും ദോഷിയും പൊടിയുമായ ഞാൻ. ചിലർക്ക് അങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ദൈവാത്മാവ് പറഞ്ഞെന്താ? ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് ആണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സുവിശേഷത്തിൽ. വായിക്കുന്നത് ഗ്രഹിക്കുന്നു. ഡോർ ഓപ്പൺ ആയി. നമ്മൾ ചിലപ്പോ എന്താ ചിന്തിക്കുന്നത്? വേണേൽ അവൻ ഇങ്ങോട്ട് സംസാരിക്കട്ടെ അല്ലേ? ആത്മനിയോഗത്തിലാണെങ്കിൽ ആത്മാവിന് സെൻസിറ്റീവ്. നോക്കിയേ, ചില ഭാഷ എനിക്ക് ഭയങ്കര ആഗ്രഹം സുവിശേഷം പറയാൻ, പക്ഷെ നമുക്കൊരു സ്റ്റാർട്ടിങ് എങ്ങനെ ഭാഷ തുടങ്ങുന്നത്? ഇങ്ങനെ തുടങ്ങുന്നു. ഡോർ കംപ്ലീറ്റ് ഓപ്പൺ ആയി. ഇന്നത്തെ ഈ എത്യോപ്യക്കാരൻ മനുഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്നത്തെ മതത്തിൽ നിൽക്കുന്ന, മതം ആസ്വദിക്കുന്ന വ്യക്തികളെയാണ്. വായിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാകുന്നില്ലൊന്നും. പിന്നെ ഇന്നത്തെ പലരുടെ പ്രസംഗം കേട്ടൗട്ട് മനസ്സിലാകാൻ ഒക്കത്തുമില്ല. അങ്ങ് ധൃതിയാ, അങ്ങ് പ്രസംഗിച്ച് അങ്ങ് വലിയ എന്നാ ഫാസ്റ്റ് പാസഞ്ചർ ആട്ടിച്ച് അങ്ങ് ഒടുവിൽ ഇവനും അറിയത്തില്ല എന്തോ ഈ പറഞ്ഞെന്ന്, ആർക്കും അറിയത്തില്ല. പിന്നെ കീബോർഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുക. അവസാനം ഇതെല്ലാം കൂടെ വെച്ച് ആരാധിച്ച് വിടുതലേറ്റെടുത്ത് അങ്ങ് പോവുകയും. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്ന് ആളില്ല. ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇതിന്റെ മീനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെരി ഫ്യൂ പീപ്പിൾ. നമ്മുടെ ഉള്ളത്തിലെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇവിടെ ആളുകൾ കൈയടിക്കുന്നില്ല, എന്റെ ഈ മെസ്സേജ് എറിച്ചില്ല. അപ്പൊ കൈ അടിപ്പിക്കാനുള്ളത് അത്രപ്പാടാണ്. ഫിലിപ്പോസ് അത് നോക്കിയായിരുന്നിൽ
ഷണ്ണൻ ഇങ്ങനെ കുറെ കൈയടിച്ചതിനും ഒന്നും മനസ്സിലാകുന്നില്ല. സുവിശേഷകൻ അടുത്ത് എന്നിരിക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, യേശുവിങ്കിലേക്ക് ഇയാളിനെ നടത്തണം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, പ്രവചനത്തിന് നിങ്ങളെ രക്ഷയിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല, രോഗസൗഖ്യത്തിന് ഒക്കത്തില്ല. വചനത്തിലൂടെ ക്രിസ്തു വെളിപ്പെട്ട് കിട്ടണം. ആ പ്രവാചകം എന്ന് പറഞ്ഞ എല്ലാം കറക്റ്റാ കേട്ടോ, എല്ലാം. പിന്നെ ഒരെണ്ണം അത് സാരമില്ല, ബാക്കിയെല്ലാം കറക്റ്റാ. ഞാൻ അതിശയിക്കാറുണ്ട്. അപ്പൊ ഒരെണ്ണം കള്ളമാണ്. ഇത് മതി ആളുകൾക്ക്. മക്കള് രക്ഷിക്കപ്പെട്ടോ? കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിന് ഇപ്പൊ പോണ്ട ആർക്കും. മറ്റേ മഞ്ഞ് പെയ്യുന്ന രാജ്യമായിരുന്നു. എത്രയോ വിശ്വാസികളുടെ മക്കള് രക്ഷാനുഭവം, രക്ഷാനിർണയമില്ല. രക്ഷിക്കപ്പെടാത്തവനെ 15ഉം 16-ാമത്തെ വയസ്സിൽ കൊണ്ട് സ്നാനപ്പെടുത്തും. 27-ാമത്തെ വയസ്സിൽ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ആ ബ്രദറെ, അവിശ്വാസിയുമായി ഇണയില്ലപ്പെടാൻ കൂടരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ പെന്തിക്കോസിൽ അല്ലാത്തവനെല്ലാം അവിശ്വാസി. ഈ പെന്തിക്കോസിൽ എത്ര എണ്ണം ഉണ്ട് വിശ്വാസി? നമ്മുടെ മക്കൾ രക്ഷിക്കപ്പെട്ടോ? തത്ത പറയുന്നത് പോലെ കൈവൊക്കിച്ചിട്ട് ഇന്ന് മുതൽ ഞാന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അല്ലല്ലോ രക്ഷിക്കപ്പെട്ടടാ, നീ രക്ഷിക്കപ്പെടുകയല്ല, നീ പെട്ടതാ. എത്ര പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, എനിക്ക് 2ാമത് സ്നാനം കഴിക്കണം. അവർ രക്ഷിക്കപ്പെട്ടതല്ല. അവർ ചിൽഡ്രൻ ആർ ഇൻ ഗ്രേവ് ഡേഞ്ചർ. നമ്മൾ വചനമല്ല കൊടുത്തത്, വചനത്താൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവെടുത്ത് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലിടും. അവനെ വിശ്വസിപ്പാൻ കൃപ കൊടുക്കും. അവൻ വിശ്വസിക്കുമ്പോൾ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കും, വീണ്ടും ജനനം. അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ശക്തനായ ഒരു ഭക്തനായ മനുഷ്യൻ നിക്കോദിമോസിനോട് അവന്റെ മുഖത്ത് നോക്കി യേശു പറഞ്ഞത്, ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം നീ കാണത്തില്ല. മതഭക്ത, ഇവിടെ ഷണ്ണനാണ് റെപ്രസെന്റേറ്റീവ്. ഭയങ്കര വായനയാ. ഞങ്ങളെ CM-ന് 150 സങ്കീർത്തനവും കാണാതെ പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് ട്രോഫി കിട്ടി. ഇങ്ങനെ ട്രോഫിയുള്ള എത്ര എണ്ണം നരകത്തിൽ കാണും? വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? മതത്തിന്റെ കുപ്പായമാ. കോമ്പറ്റീഷൻ ഞാന് 119 സങ്കീർത്തനം കാണാൻ പറഞ്ഞു. ആർക്കും ഒത്തില്ല. ഞാനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അതുകൊണ്ട് എന്തുവാണ്? അതുകൊണ്ടെന്താ ഹൃദയം മാറിയോ? അതുകൊണ്ട് പുതുജനം ഉണ്ടായോ? അതുകൊണ്ട് ഇവിടെ ഒരു ഭക്തൻ മൈലുകൾ വായിക്കുകയാണ് വണ്ടിയിൽ ഇരുന്നുകൊണ്ട്. എന്തെല്ലാം കാര്യം ഈ പണക്കാരന് ചെയ്യാം? മൈലുകൾ ഇരുന്ന് വായിക്കുക. ഒറ്റ ചോദ്യം ഉപദേശിയുടെ, ഈ വായിച്ചത് വല്ലതും മനസ്സിലായോ? മനസ്സിലായെങ്കിലേ ക്രിയാത്മകമായ ആള് വിടുവിക്കപ്പെടുകയുള്ളൂ. ആന്തരികമായ ആളിന് വിടുതൽ വേണമെങ്കിൽ he must understand the scripture. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി 13-ൽ 4 നിലങ്ങളെ കുറിച്ച് പറയുന്നു. ആദ്യത്തെ നിലത്തിന് പറ്റിയത് എന്താണ്? വിതയ്ക്കുന്നവൻ വിത്തെറിഞ്ഞു, വഴിയരികിൽ വീണു, പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. യേശു തന്നെ വ്യാഖ്യാനിച്ചു, ഒന്നും അവന് മനസ്സിലായില്ല. അതെന്താ? ഒരുപാട് പേർക്ക് മനസ്സിലാകാത്തത് ഈ വഴിയരികെന്ന് പറയുന്ന കണ്ടത്തും വരമ്പാണ്. ചവിട്ടി ആളുകളെ ചവിട്ടി. ഇത് റോക്ക് ഹാർഡാ, വിത്തകത്തോട്ട് പോകത്തില്ല. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? നമുക്ക് തന്നെ ഒരുപാട് പ്ലാനുകളുണ്ട്. ഞങ്ങൾ ആ സഭയിലായിരുന്നപ്പോ ഇങ്ങനായിരുന്നു, ഞങ്ങൾ ഈ സഭയിലായിരുന്ന ഇങ്ങനെ, പണ്ട് ഞങ്ങൾ ഇങ്ങനായിരുന്നു. ഈ ഫിലോസഫികളും തത്വങ്ങളും എല്ലാം തലച്ചോറിനകത്തിരിക്കുക. ഉപദേശം പറഞ്ഞു കൊടുത്താൽ, വചനം പറഞ്ഞു കൊടുത്താൽ ഇത് അകത്തോട്ട് ഇറങ്ങത്തില്ല. അൺലേൺ ചെയ്യണം പണ്ട് പഠിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഡേഞ്ചറിലാണ്. നിങ്ങളെ വാൺ ചെയ്തില്ല എന്ന് ഉണ്ടാകരുത്. ഞാൻ നിങ്ങളോട് സത്യമായ കാര്യം പറയാം, പെന്തക്കോസ്തിലെ യുവതലമുറ ഭയങ്കര ഡേഞ്ചറിലാണ്.
ഇതൊരു വലിയ മനുഷ്യന് ആഗ്രഹമുണ്ട്, അതാ ഒരു പടി. വായിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കുന്നില്ല. സിൻസിയർ ആണ് ആളുകൾ, പക്ഷെ അവർ ലോസ്റ്റ് ആണ്. ആരെങ്കിലും ഈ പാതയൊന്ന് വിവരിച്ചു കൊടുക്കാൻ വേണം. ആള് സിൻസിയറാ, ആളിന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അത് പോരല്ലോ, ഇത് മനസ്സിലാകണ്ടേ. വിശ്വാസം എങ്ങനെയാ? ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ. അത് മനസ്സിലാകുമ്പോൾ അതിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് ഫെയ്ത്ത്. ഞാൻ വേഗത്തിൽ തീർക്കാം കേട്ടോ. രണ്ടാമത്തെ കാര്യം പറയാം. ഒന്നാമത് അദ്ദേഹത്തിന് ഭയങ്കര സിൻസിയർ ആഗ്രഹമുണ്ട്, പക്ഷെ ആളിനൊന്നും മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം 8:31, അദ്ദേഹം മറുപടി പറയാ, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടി ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. രണ്ടാമത്തെ കാര്യം, എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമിലിറ്റി. ഇത്രയും താഴ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മന്ത്രി ഒന്നാമത് സമ്മതിക്കുക, ഐ ആം ഇഗ്നോറന്റ്, എനിക്ക് അറിയത്തില്ല. ഇതൊന്ന് സമ്മതിപ്പിക്കാമോ ആളുകളെ കൊണ്ട്? ഒരു ഉപദേശി കയറി ചെന്നാൽ ഉപദേശിക്ക് ട്യൂഷൻ എടുക്കുന്ന പുള്ളികളാ പലരും. എങ്ങാണ്ട് ഏതോ ഒരു പ്രസംഗം കേട്ട മതി, പിന്നെ എനിക്ക് അങ്ങ് പ്രബോധിപ്പിക്കണം. എനിക്ക് പ്രബോധിപ്പിച്ചില്ലേ എനിക്ക് ഉറക്കമില്ല. ചിലർ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഈ താഴ്മ കണ്ടോ? ഉപദേശി എനിക്കൊന്നും മനസ്സിലാകും. താഴോട്ട് അദ്ദേഹം പറയുന്നത്, ഈ പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെയാണോ പറയുന്നതോ വേറെ ആരെ കുറിച്ചല്ലോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതാണ് താഴ്മ. ഉപദേശി പഠിപ്പിക്കണം. അതിനാ പറയുന്നത് എന്റെ കൂടെ വന്ന് കയറിയിരിക്കാൻ. ഈ വലിയ മനുഷ്യൻ ഭൗതികമായിട്ടൊരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഉൾവാഞ്ച നിങ്ങൾ കണ്ടോ? എന്തുകൊണ്ടാണ് പലർക്കും ദൈവവചനം മനസ്സിലാക്കാൻ കഴിയാത്തത്? ഒന്നാമത്, പേഴ്സണലി അതിനൊരു ആഗ്രഹമില്ല. രണ്ട്, പഠിക്കാൻ ഒരാൾ ഒരു ഉപദേഷ്ടാവെന്നൊന്ന് പഠിപ്പിക്കാൻ താഴെ വിമർശനം. ഞാൻ നാളെയൊക്കെ പറയാം. കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നി? ഫരീസേനും ശാസ്ത്രിമാർക്ക് എന്നെ വചനം അറിയാൻ വയ്യാത്തവരായിരുന്നു. റവറൻ ഡോക്ടർമാരാണ്, ബൈബിൾ സ്കോളേഴ്സ് ആണ് അവര്. ഒരു ഗുണവും അവർക്കുണ്ടായില്ല. എന്താ അതിന്റെ കാര്യം? അവര് വന്നിരിക്കുന്ന വാക്കി കൊടുക്കാനാ. ഇന്ന് എന്തായിരിക്കും പുള്ളി പ്രസംഗിക്കുന്നത്? നമുക്കൊന്ന് പിടിക്കാം. ഒരു പ്രയോജനവും ചെയ്യത്തില്ല. സാക്ഷാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിച്ചിട്ടും ഒരു ബെനിഫിറ്റും ഉണ്ടായി. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാത്മപൂർണനെ, ആത്മാവിനെ അനുസരിക്കുന്നവനെ കർത്താവ് അയക്കുകയാണ്. എത്ര താഴ്മയോടാ അല്ലേ? എന്താ യാക്കോബിന്റെ ലേഖനം 4:8 പറയുന്നത്? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കുന്നു. ഇദ്ദേഹത്തിന് കൃപ ലഭിക്കാൻ പോകുകയാണ്. കൃപയാലുള്ള രക്ഷ ലഭിക്കാൻ പോകുകയാണ്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഇതാണ് പറയുന്നത്. ശരിക്കും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പൊരുൾ തിരിച്ചു കൊടുക്കുമ്പോഴും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നെങ്കിലേ പൗലോസ് പറയുന്നത് അകത്ത് ഗ്രഹിക്കാനും. ഇവിടെ ഫിലിപ്പോസ് ഉപദേശി പറയാൻ പോവുക, പറയുന്നത് ഉള്ളിൽ ഗ്രഹിക്കണമെങ്കിൽ തമ്പുരാൻ ഹൃദയത്തെ തുറക്കണം, അല്ലെ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ ഹൃദയത്തെ തുറന്നെന്ന, ദൈവവചനം ഗ്രഹിപ്പാനായി തുറന്നെന്ന. He opened their minds to the scriptures. അങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. ഫിലിപ്പോസ് കയറി തന്നോട് കൂടി ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. ഈ റോയലായിട്ടുള്ള ഈ മനുഷ്യൻ
ആ വാഹനത്തിൽ ഉപദേശം കയറ്റുക. മൂന്നാമത്തെ കാര്യം, പ്രവർത്തികൾ 8:32 മുതൽ 38 വരെ, അത് സമയച്ചുരുക്കത്താൽ ഞാൻ വായിക്കുന്നില്ല. ഗ്രഹിച്ചതിന്റെ തെളിവ്, വചനത്തിന് വേണ്ടി വാഞ്ച, വചനം സ്വീകരിക്കാൻ താഴ്മ, അതൊരു ഉപദേഷ്ടാവ് പഠിപ്പിക്കുന്നു, അത് സ്വീകരിക്കുന്നു. തെളിവെന്താണെന്നറിയാമോ? അനുസരണം. ആള് സ്നാനപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തു. ഇതാരെ കുറിച്ചാ പറയുന്നത്? യേശുവിനെ കുറിച്ചാ. ജീസസിനെ പ്രസന്റ് ചെയ്തു. ആള് ജീസസിൽ വിശ്വസിക്കുക. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം കേട്ടെങ്കിലേ അത് നടക്കൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അസ്ഥാനത്താണ് ചോദ്യമെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ ഒരു രക്ഷാ നിർണയം ഉണ്ടായിട്ടുണ്ട്? സ്നാനപ്പെട്ടതും കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നത് സ്നാനപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നതെന്നാ. അങ്ങനെ അല്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടവരെയാ സ്നാനപ്പെടുത്തുന്നത്. സ്നാനം ആവശ്യമാണ്. ഫുൾ ഗോസ്പലിനകത്ത് സ്നാനമുണ്ട്. ഫിലിപ്പോസ് സ്നാനപ്പെടാൻ പറഞ്ഞായിട്ടൊന്നുമില്ല. വെള്ളമുള്ള സ്ഥലം കണ്ടപ്പോൾ വചനം ഗ്രഹിച്ചയാള് അങ്ങോട്ട് ചോദിക്കുക, എന്നാ തടസ്സം? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ഞാൻ വിശ്വസിക്കുന്നു. ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി. ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒത്തിരി വലിയ ഇവിടെ നമ്മുടെ അവിടുത്തെ ഈ അവിയൽ കൂട്ടായ്മകളുണ്ട്. ഈ അവിയൽ കൂട്ടായ്മ പലരും സ്നാനപ്പെടാൻ നിൽക്കുക അല്ലേ. പ്രവചനമുണ്ട്, മറ്റവരുണ്ട്, എല്ലാം ഉണ്ട്. സ്നാനപ്പെടത്തില്ല. എന്താ? ഞാൻ നിങ്ങളോട് പറയാം, വചനം മനസ്സിലായി. മനസ്സിലായെങ്കിൽ സ്നാനപ്പെടും. ഞാൻ അച്ഛന്മാരോട് ദൈവവചനം പറഞ്ഞു, അവർ സ്നാനപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അച്ഛനോട് പറഞ്ഞു. ആദ്യം എന്നോട് ഭയങ്കര കോപമായിട്ടൊക്കെ പറഞ്ഞു, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ആ മനുഷ്യൻ കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഫാക്ട് നേരത്തെ സ്നാനപ്പെട്ടതായിരുന്നു. മനുഷ്യൻ സ്നാനപ്പെട്ട് CSI സമുദായം വിട്ടിന്ന് വെസ്റ്റ് ബംഗാളിൽ ഒരു മിഷണറിയായി കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഗ്രഹിക്കുക വചനം. ക്രിസ്തുവാണ് അകത്ത് വരേണ്ടത്. ആ യെശയ്യാ 53 യേശുവിനെ പ്രസന്റ് ചെയ്യുക. യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ റാഡിക്കൽ ചേഞ്ചാ. നമ്മൾ ചോദിക്കാം, ബ്രദർ നിങ്ങളെ കന്തക്ക രാജ്ഞിയോട് ഒരു വാക്ക് ചോദിച്ചു, അല്ലല്ലേ ജോലി വല്ലതും പോവും. എന്താട്ടെ, ഐ വാണ്ട് ജീസസ്. ശരിക്ക് ദൈവവചനം ഭക്തിയോടെ വായിച്ചാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവം അത് ഗ്രഹിപ്പിക്കത്തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിക്കും. ഗ്രഹിക്കുന്നതിന്റെ തെളിവാണ് ആന്തരികമായ വിടുതലുണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്ന പാന്താവിലേക്ക് വരും. എന്റെ വാക്കുകളോട് നിർത്താം. ഇതിൽ കൂടുതൽ സമയമെടുക്കാൻ പാടില്ല. അത് ശരിയല്ലല്ലോ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവഹിതമെങ്കിൽ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ചിലർ ഗ്രഹിക്കാത്തത്? എന്തുകൊണ്ടാണ് ചിലർ ഗ്രഹിക്കുന്നത്? ഇന്ന് ആ പോസിറ്റീവ് സൈഡാണ് നമ്മൾ ചിന്തിച്ചത്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു ഇല്ല, പക്ഷേ ഗ്രഹിക്കാനുള്ള വാഞ്ചയും ആഗ്രഹമുണ്ട്. ദൈവം അത് തൃപ്തിപ്പെടുത്തി. സ്പെഷ്യലായിട്ട് ഒരാളിനെ ഒരു ഉണർവ് സംഘത്തിൽ നീ കൊണ്ടെടുത്ത് നടത്തുക. എന്നിട്ട് അദ്ദേഹത്തിലുള്ള സുവിശേഷം അദ്ദേഹം കൈക്കൊള്ളുക. കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുകയാണ്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സന്തോഷത്തോടെ അദ്ദേഹം എത്യോപ്യക്ക് പോയത്. യെരുശലേമിൽ ചെന്ന് അവരുടെ ആരാധനയിൽ സംബന്ധിച്ചിട്ട് ഈ സന്തോഷമില്ലായിരുന്നു. ദൈവവചനം കൃത്യമായി മനസ്സിലാക്കി യേശു അകത്ത് വന്നു. യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു കഴിഞ്ഞു. ആത്മപ്രവൃത്തി കണ്ടു കഴിഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയത്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ബഹുമാന്യ ദൈവദാസൻ സജി പാസ്റ്റർ, ഓവർ ടു യു. ും
പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ പ്രാണപ്രിയൻ വരുന്നു പ്രാണപ്രിയൻ വരുന്നു കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാം യേശു വരുമ്പോ കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാം യേശു വരുമ്പോ കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം കാലങ്ങളേറെയില്ല കാലങ്ങളേറെയില്ല കാറ്റുകളെ പോൽ നാം പറന്നിടുവേ പ്രാണപ്രിയൻ വരവിൽ കാറ്റുകളെ പോൽ നാം പറന്നിടുവേ പ്രാണപ്രിയൻ വരവിൽ ക്ഷാമങ്ങളേറിടുമ്പോ ഭാരപ്പെടേണ്ടതുണ്ടോ ക്ഷാമങ്ങളേറിടുമ്പോ ഭാരപ്പെടേണ്ടതുണ്ടോ കാഹളം തോലിക്കും വാനിൽ മണവാളൻ വന്നിടും കാഹളം തോലിക്കും വാനിൽ മണവാളൻ വന്നിടും വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ എടുക്കപ്പെട്ട നാം പാടിടും മൃത്യുവേ ജയമെവിടെ എടുക്കപ്പെട്ട നാം പാടിടും മൃത്യുവേ ജയമെവിടെ യുഗമായി നാം പ്രിയൻ കൂടുന്നും യുഗായുഗമായി നാം പ്രിയൻ കൂടുന്നും തേജസ്സിൽ വാസം ചെയ്തിടും തേജസ്സിൽ വാസം ചെയ്തിടും കാറ്റുകളെ പോൽ നാം പറന്നിടുവേ പ്രാണപ്രിയൻ വരവിൽ കാറ്റുകളെ പോൽ നാം പറന്നിടുവേ പ്രാണപ്രിയൻ വരവിൽ പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ പ്രാണപ്രിയൻ വരുന്നു പ്രാണപ്രിയൻ വരുന്നു കാറ്റുകളെ പോൽ നാം പറന്നിടുവേ പ്രാണപ്രിയൻ വരവിൽ കാറ്റുകളെ പോൽ നാം പറന്നിടുവേ പ്രാണപ്രിയൻ വരവിൽ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാളെ രാത്രിയിലും കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ വ്യക്തമായി തന്റെ വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി നൽകിയല്ലോ. ദൈവത്തിന്റെ വചനം അനുസരിക്കേണ്ടതിന് ഒരാത്മനിയോഗം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ, ദൈവവചനത്തിനു വേണ്ടിയുള്ള തീവ്രമായ ഒരു ദാഹം നമ്മുടെ അകത്തുണ്ടാകുവാൻ, ദൈവവചനത്തിനു വേണ്ടി നാം മുതൽ മുടക്കുന്നവരായി മാറുവാൻ, ദൈവവചനം അനുസരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരു താഴ്മ നാം ഈ ദിവസങ്ങളിൽ ധരിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായല്ലോ.